1945 ഡിസംബർ 5 ഫ്ലോറിഡയിലെ ഫോർട്ട് റോഡഡെയിൽ നാവൽ എയർ സ്റ്റേഷൻ. ഉച്ചയ്ക്ക് ഏകദേശം 2 മണി. റൺവേയിൽ 5 അവഞ്ചർ ബോംബർ വിമാനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി തയ്യാറായി നിൽക്കുകയായിരുന്നു. അവയിൽ കയറുന്ന പൈലറ്റുമാർക്ക് അത് ജീവിതത്തിൽ അവസാന പറക്കലാകുമെന്ന് അന്നൊരു നിമിഷം പോലും തോന്നിയിരുന്നില്ല. അതൊരു യുദ്ധമിഷൻ ആയിരുന്നില്ല, ശത്രുക്കളെ നേരിടാനുള്ള ദൗത്യവുമായിരുന്നില്ല. വെറും 3 മണിക്കൂർ നീളുന്ന ഒരു സാധാരണ പരിശീലനം, അത്രമാത്രം. ആകാശം തെളിഞ്ഞിരുന്നു, കടൽ ശാന്തമായിരുന്നു. കാലാവസ്ഥാ റിപ്പോർട്ടിൽ അപകട സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം പൂർണ്ണമായും സാധാരണ. പക്ഷേ ചരിത്രത്തിൽ പലപ്പോഴും ഏറ്റവും അസാധാരണമായ സംഭവങ്ങൾ ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള സാധാരണ ദിവസങ്ങളിലാണ്. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ഒന്നിനു പിന്നാലെ ഒന്നായി 5 വിമാനങ്ങളും റൺവേ വിട്ടുയർന്നു. അവരുടെ ദൗത്യം വളരെ ലളിതമായിരുന്നു. കിഴക്കോട്ട് പറക്കുക, ചില പരിശീലന ബോംബുകൾ ഇടുക, ശേഷം തിരിഞ്ഞ് ബേസിലേക്ക് മടങ്ങുക. അവർ ഈ റൂട്ട് മുമ്പും പലതവണ പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കൺട്രോൾ ടവറിലുണ്ടായിരുന്ന ആരും ആശങ്കപ്പെട്ടില്ല. സമയം കടന്നുപോയി. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, എല്ലാം പദ്ധതി പ്രകാരം മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ തോന്നി. പിന്നീട് പെട്ടെന്ന് റേഡിയോയിൽ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. അത് ആത്മവിശ്വാസമുള്ള ഒരു പൈലറ്റിൻ്റെ ശബ്ദമായിരുന്നില്ല, ആശയക്കുഴപ്പത്തിലായ ഒരാളുടെ ശബ്ദമായിരുന്നു. കൺട്രോൾ, ദിസ് ഈസ് ഫ്ലൈറ്റ് ലീഡർ. അതിനുശേഷം ഏതാനും സെക്കൻഡ് നിശബ്ദത. റേഡിയോയിൽ ചെറിയ സ്റ്റാറ്റിക് ശബ്ദം മാത്രം. പിന്നെ വീണ്ടും, ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു. കൺട്രോൾ ടവറിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ആദ്യം അത് വലിയ കാര്യമാക്കിയില്ല. കാരണം കടലിന് മുകളിൽ പറക്കുമ്പോൾ ചിലപ്പോൾ ദിശ തെറ്റുന്നത് അസാധാരണമല്ല. പക്ഷേ ഒരു വാചകം കേട്ട നിമിഷം മുറിയിൽ ആകെ നിശബ്ദത പടർന്നു. ഞങ്ങളുടെ 2 കോമ്പസുകളും ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഒന്നല്ല, 2 കോമ്പസുകൾ. ഒരു വിമാനത്തിലെ 2 കോമ്പസുകളും ഒരേ സമയം തകരാറിലാകുന്നത് വളരെ അപൂർവമായ കാര്യമായിരുന്നു. ടവറിൽ നിന്ന് ഉടൻ മറുപടി വന്നു, നിങ്ങളിപ്പോൾ എവിടെയാണ്? പക്ഷേ മറുപടി ചോദ്യം ചോദിച്ചതിനേക്കാൾ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഞങ്ങൾക്കറിയില്ല. ആ 4 വാക്കുകൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടൽ രഹസ്യത്തിന് തുടക്കമിട്ട വാക്കുകളായിരുന്നു. അത് മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. കൺട്രോൾ ടവറിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പരസ്പരം നോക്കി. ഒരു സാധാരണ റേഡിയോ സംഭാഷണമായിരുന്നില്ല അത്. പരിചയസമ്പന്നനായ ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ തൻ്റെ സ്ഥാനം അറിയില്ലെന്ന് പറയുകയാണ്. അത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. ടവറിൽ നിന്ന് ഉടൻ നിർദ്ദേശം നൽകി, സൂര്യൻ്റെ സ്ഥാനം നോക്കൂ, പടിഞ്ഞാറോട്ട് തിരിയൂ, നിങ്ങൾ ബേസിലേക്ക് മടങ്ങിയെത്തും. സാധാരണ സാഹചര്യത്തിൽ അത്രയും മതി. പക്ഷെ അന്ന് ഒന്നും സാധാരണമായിരുന്നില്ല. റേഡിയോയിൽ വീണ്ടും ശബ്ദം വന്നു. ഈ തവണ അത് കൂടുതൽ അസ്വസ്ഥമായിരുന്നു. ഞങ്ങൾക്ക് പടിഞ്ഞാറ് ഏതാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഒരു നിമിഷം അതൊന്ന് മനസ്സിലോർത്തു നോക്കൂ. 1000കണക്കിന് അടി ഉയരത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ. താഴെ കാണുന്നത് അറ്റമില്ലാത്ത നീലക്കടൽ, ചുറ്റും മറ്റൊരു 4 വിമാനങ്ങൾ. പക്ഷേ ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലാണ് തിരിച്ചെത്തുക എന്ന് ആർക്കും അറിയില്ല. അതിനിടയിൽ ഇന്ധനം പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുകയായിരുന്നു. അതേസമയം ഫ്ലോറിഡ തീരത്ത് സൂര്യൻ പതുക്കെ താഴ്ന്നു തുടങ്ങി. വെളിച്ചം കുറഞ്ഞതോടെ കടലും ആകാശവും ഒരേ നിറമായി. അതിർത്തികളില്ലാതെയായി. ദിശകൾ മാഞ്ഞുപോയി. അപ്പോഴാണ് റേഡിയോയിൽ അവസാനമായി വ്യക്തമായി കേട്ട സന്ദേശങ്ങളിൽ ഒന്ന് എത്തിയത്. ഇന്ധനം തീരാറായി, എല്ലാവരും ഒരുമിച്ച് തുടരൂ. ആദ്യ വിമാനം കടലിലിറങ്ങുമ്പോൾ ബാക്കിയുള്ളവരും അതേ സ്ഥലത്തിറങ്ങണം. അതിനുശേഷം സ്റ്റാറ്റിക്, പിന്നെ നിശബ്ദത. വീണ്ടും വിളിച്ചു, വീണ്ടും വീണ്ടും. പക്ഷേ ആകാശത്തിൻ്റെ മറുവശത്ത് നിന്ന് ഇനി ആരും മറുപടി പറഞ്ഞില്ല. 5 വിമാനങ്ങൾ, 14 പൈലറ്റുമാർ. അവരുമായി ഉണ്ടായിരുന്ന എല്ലാ ബന്ധവും ആ നിമിഷം അവസാനിച്ചു. വാർത്തയുടൻ അമേരിക്കൻ നേവിയുടെ കമാൻഡറിലെത്തി. സമയം നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല. മിനിറ്റുകൾക്കുള്ളിൽ ഒരു വലിയ രക്ഷാവിമാനം തിരച്ചിലിനായി പറന്നുയർന്നു. എല്ലാവരും കരുതിയത് ഒന്നായിരുന്നു, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവരെ കണ്ടെത്തും. പക്ഷേ അന്ന് കടലിന് മറ്റൊരു കഥ പറയാനായിരുന്നു. രക്ഷാവിമാനം പറന്നുയർന്നതിന് അധികം വൈകാതെ അതുമായുള്ള റേഡിയോ ബന്ധവും പെട്ടെന്ന് നഷ്ടമായി. ആദ്യം അത് താൽക്കാലിക തകരാറാണെന്ന് കരുതി. 5 മിനിറ്റ്, 10 മിനിറ്റ്,
20 മിനിറ്റ്. സമയം കടന്നുപോയിട്ടും ഒരു സന്ദേശവും ലഭിച്ചില്ല. ഇപ്പോൾ കാണാതായിരുന്നത് 5 വിമാനങ്ങൾ മാത്രമായിരുന്നില്ല. അവയെ കണ്ടെത്താൻ പോയ വിമാനവും അപ്രത്യക്ഷമായി. ഒരു ദിവസം 6 വിമാനങ്ങൾ, 27 മനുഷ്യർ. പക്ഷേ കടൽ ഒരു ഉത്തരവും നൽകിയില്ല. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിൽ ദൗത്യങ്ങളിലൊന്ന് ആരംഭിച്ചു. 100 കണക്കിന് വിമാനങ്ങൾ, ഡസൻ കണക്കിന് കപ്പലുകൾ, ആയിരക്കണക്കിന് നാവികർ. ദിവസങ്ങളോളം അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഓരോ ഭാഗവും പരിശോധിച്ചു. എല്ലാവരും ഒരു കാര്യം മാത്രമാണ് പ്രതീക്ഷിച്ചത്: ഒരു ചിറക്, ഒരു ലൈഫ് ജാക്കറ്റ്, ഒരു എണ്ണപ്പാടെങ്കിലും. പക്ഷെ അവർ കണ്ടെത്തിയത് ഒന്നുമില്ലായിരുന്നു. കടൽ ഒരിക്കലും ആരും അവിടെ ഉണ്ടായിരുന്നില്ലെന്ന പോലെ ശാന്തമായി കിടന്നു. ആ നിശബ്ദതയാണ് പിന്നീട് ലോകമെമ്പാടും പടർന്ന ഏറ്റവും വലിയ രഹസ്യത്തിന് തുടക്കമായത്. ആ ദിവസത്തിന് ശേഷം അമേരിക്കൻ പത്രങ്ങളിൽ ഒരേ ഒരു വാർത്ത മാത്രമായിരുന്നു: 5 വിമാനങ്ങൾ എവിടെ പോയി. ആദ്യ ദിവസങ്ങളിൽ ആരും ബർമുഡ ട്രയാങ്കിൾ എന്ന പേര് ഉപയോഗിച്ചിരുന്നില്ല. കാരണം അന്ന് ആ പേര് നിലവിലുണ്ടായിരുന്നില്ല. അതൊരു സാധാരണ അപകടമായിരിക്കാമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ദിവസങ്ങൾ ആഴ്ചകളായി മാറി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. എന്നിട്ടും ആ വിമാനത്തിൽ നിന്നുള്ള ഒരു ചെറിയ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായില്ല. അപ്പോഴാണ് ആളുകൾ സ്വന്തം ഉത്തരങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. അവർ കൊടുങ്കാട്ടിൽ പെട്ടിട്ടുണ്ടാകാം. അല്ല, ഇത് സാധാരണ അപകടമല്ല, അവിടെ എന്തോ ഉണ്ട്. ഒരു ചോദ്യം 100 കണക്കിന് കഥകളായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. 1964 അമേരിക്കൻ എഴുത്തുകാരനായ വിൻസെന്റ് ഗാഡിസ് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അതിലാണ് ആദ്യമായി ഒരു പേര് പ്രത്യക്ഷപ്പെടുന്നത്: ദ ബർമുഡ ട്രയാങ്കിൾ. ആ പേര് കേൾക്കാൻ തന്നെ ഒരു രഹസ്യ ശബ്ദമുണ്ടായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് അതിലും വിചിത്രമായിരുന്നു. വർഷങ്ങളായി നടന്നിരുന്ന പല കപ്പൽ അപകടങ്ങളും വിമാന അപകടങ്ങളും ആ ഒറ്റ പേരിന് കീഴിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. ഒരിക്കൽ വാർത്തകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഒരു ആഗോള മിസ്റ്ററിയായി മാറുകയായിരുന്നു. ടെലിവിഷൻ പരിപാടികൾ വന്നു, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, പിന്നീട് ഹോളിവുഡും ഈ കഥ ഏറ്റെടുത്തു. ഓരോ സിനിമയും, ഓരോ ഡോക്യുമെൻ്ററിയും, ഓരോ പുസ്തകവും ഈ രഹസ്യത്തിന് ഓരോ പുതിയ പാളികൾ കൂട്ടിച്ചേർത്തു. പക്ഷേ ഇവിടെയാണ് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം സംഭവിച്ചത്. യഥാർത്ഥ സംഭവങ്ങളും സങ്കല്പകഥകളും പതിയെ ഒന്നൊന്നായി കലരാൻ തുടങ്ങി. ഒരു പുസ്തകം പറഞ്ഞു അവിടെ അന്യഗ്രഹ ജീവികളുണ്ടെന്ന്. മറ്റൊന്ന് പറഞ്ഞു കടലിനടിയിൽ അറ്റ്ലാന്റിസ് നഗരം ഇന്നും പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ചിലർ അവിടെ ടൈം ലൂപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇൻ്റർനെറ്റ് വന്നതോടെ ഈ കഥകൾക്ക് ചിറകുകൾ മുളച്ചു. ഒരാൾ ഒരു കഥ പറഞ്ഞു, മറ്റൊരാൾ അതിലേക്ക് കുറച്ച് സങ്കല്പങ്ങൾ ചേർത്തു, മൂന്നാമത്തെ ആൾ അതിനെ യഥാർത്ഥ സംഭവം എന്ന് അവതരിപ്പിച്ചു. അങ്ങനെ ലോകം ബർമുഡ ട്രയാങ്കിളിനെ ഒരു സ്ഥലമായി കാണുന്നത് നിർത്തി. പകരം ഭയത്തിൻ്റെ ഒരു പ്രതീകമായി കാണാൻ തുടങ്ങി. പക്ഷെ ഒരു നിമിഷം നമുക്ക് ഈ കഥയിൽ നിന്ന് മാറി നിൽക്കാം. ഒരു ചോദ്യം ചോദിക്കാം: ഇത്രയും വർഷമായി ലോകത്തെ ഭയപ്പെടുത്തിയ സ്ഥലത്തെക്കുറിച്ച് ശാസ്ത്രം എന്താണ് പറയുന്നത്? കാരണം കഥകൾ എഴുതുന്നത് എഴുത്തുകാരനാണ്, പക്ഷേ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. അടുത്ത ഏതാനും വർഷങ്ങളിൽ അവർ നടത്തിയ പഠനങ്ങൾ ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ലോകം വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തലകീഴായി മറിക്കാൻ പോവുകയായിരുന്നു. ശാസ്ത്രജ്ഞർ അന്വേഷണം ആരംഭിച്ചപ്പോൾ അവരുടെ ആദ്യ ചോദ്യം: ബർമുഡ ട്രയാങ്കിളിൽ ശരിക്കും അസാധാരണമായ അപകടങ്ങൾ കൂടുതലാണോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം വളരെ എളുപ്പമാണെന്ന് തോന്നും. കാരണം വർഷങ്ങളായി നമ്മൾ കേട്ടത് അതാണ്. പക്ഷേ ഡേറ്റ മറ്റൊരു കഥയാണ് പറഞ്ഞത്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപ്പാതകളിലൊന്നാണ് ഈ പ്രദേശം. ഓരോ വർഷവും ആയിരക്കണക്കിന് ചരക്ക് കപ്പലുകൾ, വിനോദസഞ്ചാര കപ്പലുകൾ, സ്വകാര്യ ബോട്ടുകൾ, വാണിജ്യ വിമാനങ്ങൾ, സൈനിക വിമാനങ്ങൾ ഇവയെല്ലാം ഇതേ പ്രദേശത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ദിവസം പോലും ഈ കടൽ ശൂന്യമാകാറില്ല. അപ്പോൾ ഒരു ചോദ്യം കൂടി: ഇത്രയും വാഹനങ്ങൾ ദിവസവും കടന്നു പോകുന്ന സ്ഥലത്ത് അപകടങ്ങൾ സംഭവിക്കില്ലേ? തീർച്ചയായും സംഭവിക്കും. പക്ഷേ അവിടെ നിന്നാണ് യഥാർത്ഥ അന്വേഷണം തുടങ്ങുന്നത്.
ഒരു അപകടം നടക്കുന്നത് സാധാരണമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചില അപകടങ്ങൾ മാത്രം ലോക പ്രശസ്തമായത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം കടലിലല്ല, മനുഷ്യരുടെ മനസ്സിലായിരുന്നു. നമുക്കൊരു കഥ ഇഷ്ടപ്പെട്ടാൽ അതിനെ പിന്തുണയ്ക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ കൂടുതൽ ഓർത്തെടുക്കുക. ബർമുഡ ട്രയാങ്കിളിനും അതുതന്നെയാണ് സംഭവിച്ചത്. ഒരു കപ്പൽ സുരക്ഷിതമായി കടന്നുപോയാൽ അത് വാർത്തയാകില്ല. ഒരു വിമാനം കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ആരും അതിനെക്കുറിച്ച് പുസ്തകം എഴുതുന്നു. പക്ഷേ ഒരു അപകടം സംഭവിച്ചാൽ അത് ലോകം മുഴുവനും ചർച്ച ചെയ്യും. അങ്ങനെയാണ് സാധാരണ സംഭവങ്ങൾ പോലും ഒരു വലിയ മിസ്റ്ററിയുടെ ഭാഗമായി മാറി. എന്നാൽ ഇവിടെ കഥ അവസാനിക്കുന്നില്ല. കാരണം ശാസ്ത്രജ്ഞർക്ക് മറ്റൊരു വിചിത്രമായ കാര്യം കണ്ടെത്താനുണ്ടായി. അവർ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചു, സമുദ്രത്തിൻ്റെ അടിത്തട്ട് മാപ്പ് ചെയ്തു, കാലാവസ്ഥയുടെ പതിറ്റാണ്ടുകളായുള്ള രേഖകൾ പഠിച്ചു. അപ്പോഴാണ് ഒരു സത്യം വ്യക്തമായത്. ഈ കടൽ പുറത്തുനിന്ന് കാണുന്നത് പോലെ ശാന്തമല്ല. അതിനടിയിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്രപ്രവാഹങ്ങളിലൊന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് സ്ട്രീം, ഒരു നദി പോലെ തോന്നുന്ന ഈ സമുദ്രപ്രവാഹം ചില സ്ഥലങ്ങളിൽ മണിക്കൂറിൽ നിരവധി കിലോമീറ്റർ വേഗത്തിലൊഴുകും. ഒരു ചെറിയ വിമാനം കടലിൽ പതിച്ചാലോ ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടാലോ അവശിഷ്ടങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾ അകലെ എത്തിച്ചേരാം. രക്ഷാപ്രവർത്തകർ അവർ അവസാനമായി കണ്ട സ്ഥലത്ത് തിരിയും. പക്ഷേ കടൽ അതിനു മുമ്പേ തെളിവുകൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നാം, അപ്പോൾ ഫ്ലൈറ്റ് 19 ഇത് തന്നെയാണോ സംഭവിച്ചത്? അതിനുത്തരം പറയാൻ ഇനിയും സമയമായിട്ടില്ല. കാരണം ഈ കഥയിൽ ഗൾഫ് സ്ട്രീമിനേക്കാൾ വിചിത്രമായ മറ്റൊരു കഥാപാത്രം ഇനിയും വേദിയിലെത്തിയിട്ടില്ല. കാലാവസ്ഥ. അതെങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ശാന്തമായ ആകാശത്തെ മരണക്കെണിയാക്കി മാറ്റുമെന്ന് മനസ്സിലാക്കിയാൽ ബർമുഡ ട്രയാങ്കിളിനെ നിങ്ങൾ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങും. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിന് താഴെ ആയിരക്കണക്കിന് കിലോമീറ്റർ ആഴത്തിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമുണ്ട്. മലകൾ ജനിക്കുന്നത് അവിടെയാണ്. അഗ്നിപർവ്വതങ്ങൾ ഉണരുന്നത് അവിടെയാണ്. ഭൂഖണ്ഡങ്ങൾ പോലും കോടിക്കണക്കിന് വർഷങ്ങളായി പതിയെ പതിയെ സഞ്ചരിക്കുന്നത് അവിടെയാണ്. ഈ ലോകത്തെ പഠിക്കാനാണ് ശാസ്ത്രജ്ഞർ ഭൂകമ്പ തരംഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു വലിയ ഭൂകമ്പം സംഭവിക്കുമ്പോൾ ആ തരംഗങ്ങൾ ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിക്കും. അവയുടെ വേഗത്തിലും ദിശയിലും വരുന്ന ചെറിയ മാറ്റങ്ങൾ നോക്കി ഭൂമിയുടെ അടിയിൽ എന്താണുള്ളതെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അങ്ങനെ നടന്ന പുതിയ പഠനങ്ങളിലൊന്നിൽ ബർമുഡ ദ്വീപിന് താഴെ അസാധാരണമായൊരു പാറപ്പാളി കണ്ടെത്തി. ഈ കണ്ടെത്തൽ വാർത്തകളിൽ വന്നതോടെ പഴയ കഥകൾക്ക് വീണ്ടും ജീവൻ പ്രാപിച്ചു. കണ്ടില്ലേ, ഞങ്ങൾ പറഞ്ഞില്ലേ ബർമുഡ ട്രയാങ്കിളിൽ എന്തോ അസാധാരണമുണ്ടെന്ന്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ വേഗത്തിൽ പടർന്നു. ചിലർ പറഞ്ഞു, ഇതാണ് എല്ലാ രഹസ്യങ്ങളുടെയും ഉത്തരം. പക്ഷേ പഠനം നടത്തിയ ശാസ്ത്രജ്ഞർ അങ്ങനെ പറഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത് മറ്റൊന്നായിരുന്നു. ഈ പാറപ്പാളി ബർമുഡ ദ്വീപ് എങ്ങനെ രൂപപ്പെട്ടു എന്ന ചോദ്യത്തിന് പുതിയ സൂചന നൽകുന്നു. അല്ലാതെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നതിനോ വിമാനങ്ങൾ കാണാതാകുന്നതിനോ ഈ പഠനം ഒരു തെളിവും നൽകുന്നില്ല. അതായത് വാർത്ത സത്യമായിരുന്നു, പക്ഷേ അതിനെക്കുറിച്ച് പ്രചരിച്ച പല കഥകളും സത്യമായിരുന്നില്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. ഒരു ശാസ്ത്രീയ കണ്ടെത്തൽ പുറത്തു വരുന്നു, അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ പൂർണ്ണമായും മറ്റൊരു കഥയായി മാറും. അവസാനം ആളുകൾ ഓർക്കുന്നത് ഗവേഷണമാകില്ല, അതിനെ ചുറ്റിപ്പറ്റിയുള്ള സങ്കല്പങ്ങളാണ്. ബർമുഡ ട്രയാങ്കിളിനും അതുതന്നെയാണ് സംഭവിച്ചത്. യഥാർത്ഥ ശാസ്ത്രം പതുക്കെ മുന്നോട്ട് നടന്നു, പക്ഷേ മിത്തുകൾ അവയ്ക്ക് മുന്നേ ഓടുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും പലരും ചോദിക്കുന്നത്, അപ്പോൾ ബർമുഡ ട്രയാങ്കിൾ വെറും ഒരു കെട്ടുകഥയാണ്? ആ ചോദ്യത്തിന് അതേ എന്നും അല്ല എന്നും ഒറ്റ വാക്കിൽ മറുപടി പറയാൻ കഴിയില്ല. കാരണം ബർമുഡ ട്രയാങ്കിൾ യഥാർത്ഥത്തിൽ ഒരു സ്ഥലമാണ്. അവിടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ അപകടങ്ങൾ അമാനുഷിക ശക്തികൾ കൊണ്ടാണെന്ന് തെളിയിക്കുന്ന വിശ്വസനീയമായ ശാസ്ത്രീയ തെളിവുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മറുവശത്ത് ശക്തമായ സമുദ്രപ്രവാഹങ്ങൾ, വേഗത്തിൽ മാറുന്ന കാലാവസ്ഥ, മനുഷ്യരുടെ നാവിഗേഷൻ പിഴവുകൾ, ഇവ ചേർന്നാൽ അപകടങ്ങൾ എങ്ങനെ സംഭവിക്കാമെന്ന് വിശദീകരിക്കുന്ന തെളിവുകൾ ഇന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ ഇത്രയും വർഷം ഭയപ്പെടുത്തിയ രഹസ്യത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണ്? അതറിയാൻ
ഒരു അവസാന ചോദ്യം മാത്രം ബാക്കിയുണ്ട്. നമ്മൾ ഭയന്നിരുന്നത് കടലിനെയാണോ അതോ നമ്മൾ തന്നെ സൃഷ്ടിച്ച കഥകളെയാണോ? ഈ കഥയുടെ തുടക്കം നിങ്ങൾ ഓർക്കുന്നില്ല. ഒരു സാധാരണ പരിശീലനത്തിനും 5 വിമാനങ്ങൾ, ഒരു റേഡിയോ സന്ദേശം, പിന്നെ നിശബ്ദത. ആ നിശബ്ദതയാണ് ലോകം വർഷങ്ങളോളം പല രീതിയിൽ നിറച്ചത്. ഒരാളത് അന്യഗ്രഹ ജീവികളായി നിറച്ചു, മറ്റൊരാളതിൽ അറ്റ്ലാന്റിസ് കൊണ്ട് നിറച്ചു, വേറൊരാൾ അതിന് സമയദ്വാരമുണ്ട്. പക്ഷേ ശാസ്ത്രം ഒരിക്കലും കഥകളുമായി മത്സരിക്കാറില്ല. അതിനൊരു സ്വഭാവമുണ്ട്. തെളിവ് കിട്ടിയാൽ മാത്രമേ അത് സംസാരിക്കൂ. തെളിവില്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല എന്ന് പറയാൻ അതിനൊരു മടിയുമില്ല. ഒരു പക്ഷേ അതാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് നൽകിയാൽ ഒരു ചിത്രം പതിയെ വ്യക്തമായി വരണം. ശക്തമായ ഗൾഫ് സ്ട്രീം, പെട്ടെന്ന് മാറുന്ന കാലാവസ്ഥ, നാവിഗേഷൻ പിഴവുകൾ, മനുഷ്യരുടെ തെറ്റായ തീരുമാനങ്ങൾ, ഇവയിൽ ഓരോന്നും ഒറ്റയ്ക്ക് വലിയ അപകടം ഉണ്ടാക്കണമെന്നില്ല. പക്ഷേ ഇവയെല്ലാം ഒരേ സമയം ഒന്നിച്ചു വന്നാൽ അതൊരു ദുരന്തമായി വെച്ചത്. ഒരുപക്ഷെ ഫ്ലൈറ്റ് 19 അത് തന്നെ ആയിരിക്കാം സംഭവിച്ചത്. ഒരുപക്ഷെ അതല്ലായിരിക്കാം. കാരണം ആ ദിവസത്തിൻ്റെ അവസാന സത്യം ഇന്നും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞു കിടക്കുകയാണ്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടാൻ വർഷങ്ങൾ മതിയാകില്ല, ചിലപ്പോൾ നൂറ്റാണ്ടുകൾ പോകും. എന്നാൽ അതുകൊണ്ട് അന്വേഷണം അവസാനിക്കുന്നുമില്ല. പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു. സമുദ്രത്തിൻ്റെ അടുത്തിട്ട് കൂടുതൽ കൃത്യമായി മാപ്പ് ചെയ്യപ്പെടുന്നു. പുതിയ ഡേറ്റ ശേഖരിക്കപ്പെടുന്നു. ഒരു ദിവസം ഇന്ന് നമ്മൾ മിസ്റ്ററി എന്ന് വിളിക്കുന്ന ഈ കഥയ്ക്ക് അവസാന ഉത്തരം കിട്ടിയേക്കാം. അല്ലെങ്കിൽ ബർമുഡ ട്രയാങ്കിൾ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനുത്തരമായ ചോദ്യങ്ങളിൽ ഒന്നായി തന്നെ തുടർന്നേക്കാം. പക്ഷെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർക്കുക. ഓരോ മിസ്റ്ററിയുടെയും മുന്നിൽ 2 കഥകളുണ്ട്. ഒന്ന് മനുഷ്യർ പറയുന്ന കഥ, മറ്റൊന്ന് തെളിവുകൾ പറയുന്ന കഥ. ബർമുഡ ട്രയാങ്കിളിന്റെ കാര്യത്തിൽ ഈ രണ്ടും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരുന്നില്ല. അതാണ് ഈ സ്ഥലത്തെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കടൽ രഹസ്യമാക്കി മാറ്റിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോടാണ് ചോദിക്കുന്നത്, ബർമുഡ ട്രയാങ്കിൾ ഇന്നും ഒരു യഥാർത്ഥ രഹസ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വർഷങ്ങളായി ആവർത്തിക്കപ്പെട്ട കഥകളാണ് അതിനെ ഒരു മിത്താക്കി മാറ്റിയതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതും. കാരണം ചില ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമല്ല ഉണ്ടാകുക, ആയിരക്കണക്കിന് ചർച്ചകളായിരിക്കും. അടുത്ത വീഡിയോയിൽ ചരിത്രത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും അതിർത്തിയിൽ നിൽക്കുന്ന മറ്റൊരു രഹസ്യവുമായി വീണ്ടും കാണാം.